എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ആപ്ലിക്കേഷൻ്റെ വീഡിയോ ചെയ്തായിരുന്നു, ക്യാഷ്ബഡ് എന്ന ആപ്ലിക്കേഷൻ്റെ. അപ്പോൾ അതിൻ്റെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ആ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു ആപ്പ് വെച്ചിട്ട് നമുക്ക് സെയിം മൊബൈലിൽ തന്നെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള അക്കൗണ്ട് ഉപയോഗിച്ച് തന്നെ ഒരു പേടിഎം വാലറ്റിലേക്ക് തന്നെ വിഡ്രോ ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിക്കാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ നല്ല രീതിക്ക് തന്നെ സെൽഫായിട്ട് ടാസ്ക് ചെയ്ത് തന്നെ ഏൺ ചെയ്യാൻ പറ്റും. ആരെയും റെഫറൊന്നും ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ അത്ര നല്ല എമൗണ്ട് തരുന്നൊരു ആപ്ലിക്കേഷനാണ്. എല്ലാ കാര്യത്തിനും പ്രൂഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ 2 അക്കൗണ്ടിൽ നിന്ന് ഞാൻ വിഡ്രോ ചെയ്തിട്ടും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ്, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ നമ്മളെ ഇങ്ങനെയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നുണ്ടാവും. അപ്പോൾ ഗൈസ്, ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു ആപ്ലിക്കേഷൻ്റെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ടുള്ളത് ഒന്ന് ഇട്ടിട്ടുണ്ട്. എങ്ങനെ രജിസ്റ്റർ ചെയ്യണം എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എങ്ങനെ മൾട്ടിപ്പിൾ അക്കൗണ്ട് എടുക്കണമെന്ന് ഞാൻ ഫസ്റ്റ് കാണിച്ചു തരാം. അതിനായിട്ട് നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഐലൻഡ് പറഞ്ഞ ആപ്ലിക്കേഷന് ഡൗൺലോഡ് ചെയ്യണം. എന്നിട്ട് അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻ ക്ലോൺ അല്ല, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ആപ്ലിക്കേഷൻ്റെ ക്ലോണ് അല്ല ഇൻസ്റ്റാൾ ചെയ്യുന്നത്. പകരം ഒരു ഫോണ്, അതായത് ഇതേപോലെയുള്ളൊരു വേറൊരു ഫോൺ ക്രിയേറ്റ് ചെയ്യാണ്, നമ്മുടെ ഫോണിൻ്റെ അകത്ത് തന്നെ വേറൊരു ഫോൺ ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഐലൻഡ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമുക്ക് അതിൽ തന്നെ ഒരു പ്ലേ സ്റ്റോറും ക്രോമും നമുക്ക് തരുന്നുണ്ട്. അതിൻ്റെ അകത്ത് നിങ്ങൾ ഏതെങ്കിലും ഒരു ഇമെയിൽ ID വെച്ചിട്ട് സൈൻ ഇൻ ചെയ്യാം. ഓക്കെ, സൈൻ ഇൻ ചെയ്തിട്ട് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. അതായത് ക്യാഷ്ബഡ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇത് ഫസ്റ്റ് നമ്മുടെ മെയിൻ അക്കൗണ്ട് ഉണ്ടാവുമല്ലോ, ആ മെയിൻ അക്കൗണ്ടിൽ നിന്ന് ആ ഒരു റെഫറൽ കോഡ് ഉപയോഗിച്ച് തന്നെ സൈൻ ഇൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് 3 രൂപ ആ ഒരു മെയിൻ അക്കൗണ്ടിലേക്കും കയറും, പുതിയ അക്കൗണ്ടിലേക്ക് ഒരു 3 രൂപയും കയറും. അപ്പോൾ ആ ഒരു വർക്ക്, അതായത് ഐലാൻഡിൽ നമ്മളെങ്ങനെ ചെയ്യണമെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാം. ഐലാൻഡ് ആപ്പ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഐലാൻഡ്, അതായത് മെയിൻലാൻഡ് എന്ന് പറയുന്നത് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഫോണാണ്. ഐലാൻഡ് എന്ന് പറയുന്നത് ക്രോം, പ്ലേ സ്റ്റോർ, മൈ ഫയൽസ്, കോണ്ടാക്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി വരും. അപ്പോൾ അത് കുറച്ച് ടൈം എടുക്കും ഇൻസ്റ്റാൾ ചെയ്യുക. എല്ലാ കാര്യങ്ങളും എഗ്രി കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അത് ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞാൽ ഇവിടെയാണ് വരുന്നത് വർക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു എന്താണ് വേറൊരു സെക്ഷൻ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ആ വർക്ക് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഐലാൻഡ് എന്ന ആപ്ലിക്കേഷൻ്റെ അകത്തുള്ള കുറച്ച് ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ മെയിൻ ആപ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം, ക്യാഷ്ബഡ്. അപ്പോൾ ആ ഒരു ക്യാഷ്ബഡ് അക്കൗണ്ടാണിത്. എൻ്റെ മെയിനായിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തന്ന ഒരു അക്കൗണ്ടാണ്. ഇതിനകത്ത് നിങ്ങൾ നോക്കിയാൽ അറിയാം, എല്ലാം സെൽഫായിട്ട് തന്നെ ഏൺ ചെയ്ത എമൗണ്ടാണ്. ഇതിൽ റെഫർ ചെയ്ത് എനിക്ക് തോന്നുന്നു 12 രൂപ മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. ഞാൻ റെഫർ അത്ര ചെയ്തിട്ടില്ല, 3-4 പേരെ റെഫർ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഗൈസ്, ഇത് ഇൻസ്റ്റൻ്റ് ആയിട്ട് പേയ്മെൻറ്റ് തരുന്നുണ്ട്. ഞാൻ ജസ്റ്റ് വിഡ്രോ ചെയ്ത് കാണിച്ചു കേട്ടോ. അതിനായിട്ട് ട്രാൻസ്ഫർ ടു പേടിഎം എന്നുള്ള ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് മിനിമം വിഡ്രോ 10 രൂപയും മാക്സിമം ഇപ്പോൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്, 50 ആക്കിയിട്ടുണ്ട്. ആദ്യം 20 ആയിരുന്നു, ഇപ്പോൾ 50 ആക്കിയിട്ടുണ്ട്. അപ്പോൾ 50 റുപ്പീസ് കൊടുക്കുക, കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക്, അതല്ല പേടിഎം മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTP ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ട്രാൻസ്ഫർ നൗ എന്നുള്ള ക്ലിക്ക് ചെയ്യുന്ന ആ ഒരു സ്പോട്ടിൽ തന്നെ കയറലുണ്ട്. ഓക്കെ, കണ്ടോ, ഇൻസ്റ്റൻ്റ് ആയിട്ട് കയറിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് മെസ്സേജും വന്നിട്ടുണ്ട്, ലൈവായിട്ട് തന്നെയാണ് മെസ്സേജ് വന്നത്. 50 റുപ്പീസ് ക്യാഷ് ബാക്ക് ഇൻ യുവർ പേടിഎം വാലറ്റ്, ട്രാൻസാക്ഷൻ ആറ്റ് ക്യാഷിൽ, അപ്ഡേറ്റഡ് ബാലൻസ് 371 രൂപ. ഓക്കെ ഗൈസ്, അപ്പോൾ ട്രാൻസാക്ഷൻ സക്സസ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പോയി കഴിഞ്ഞാൽ ബാക്കി 10 റുപ്പീസ് ഉണ്ട്. ആ 10 റുപ്പീസ് നമുക്ക് നാളെ, അതായത് 24 hours കഴിഞ്ഞിട്ട് വിഡ്രോ ചെയ്യാം. ഇനിയിപ്പോൾ ഞാൻ വേറെ എൻ്റെ സെക്കൻഡ് അക്കൗണ്ട് എടുത്ത് കാണിച്ചു തരാം. ഓക്കെ, ഇതിൽ നിന്നാണ് ഞാനിപ്പോൾ വിഡ്രോ ചെയ്തത്. ആ അക്കൗണ്ട് മെയിൻ അക്കൗണ്ടാണ്. അപ്പോൾ അതിൽ നിന്ന് എൻ്റെ സെയിം പേടിഎം മൊബൈൽ നമ്പറിലേക്കാണ് വിഡ്രോ ചെയ്തത്. ഇനി ഞാൻ സെക്കൻഡ് ആപ്പ്, അതായത് എൻ്റെ ഞാൻ ട്രിക്ക് ഉപയോഗിച്ച് ചെയ്തൊരു, അത് ഐലൻഡ് ആപ്പ് ഉപയോഗിച്ച് ചെയ്തൊരു ആപ്പ് ഉണ്ടാവല്ലോ, ക്യാഷ്ബഡ്, അത് വർക്ക് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാം. വർക്ക് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു ക്യാഷ്ബഡ്, ഈ ഒരു എന്താണ്
ലോക്കിൻ്റെ ചിഹ്നമുള്ള ക്യാഷ്ബാഡില്ല, അതിൻ്റെ അകത്താണ് എൻ്റെ സെക്കൻഡ് അക്കൗണ്ട്. ഓക്കെ, ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് വിഡ്രോ ചെയ്ത് കാണിച്ചുതരാം. സെയിം paytm മൊബൈൽ നമ്പർ, ഞാൻ നേരത്തെ വിഡ്രോ ചെയ്ത സെയിം paytm വാലറ്റിലേക്കാണ് വിഡ്രോ ചെയ്യുന്നത്. ഞാൻ ചെയ്തിട്ടുണ്ട്, ഒരു 10 രൂപ റെഡീം ചെയ്തിട്ടുണ്ട്. ഇതിലും ട്രാൻസ്ഫർ ടു paytm കൊടുക്കുക. എന്നിട്ട് ഇപ്പോൾ എൻ്റെ ഒരു 32 അപ്പോൾ ഞാൻ ജസ്റ്റ് 12 ഒന്ന് വിഡ്രോ ചെയ്ത് കാണിച്ചാൽ. ഓക്കെ, എനിക്ക് കുറച്ചും കൂടി ടാസ്ക് കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ വിഡ്രോ ചെയ്യുന്നതാണ്. ഓക്കെ, ഇവിടെ നമുക്ക് OTP വന്നിട്ടുണ്ട്. ഞാൻ ലൈവായിട്ട് കാണിച്ചിരുന്നതുകൊണ്ടാണ് ഇത്ര സമയം പിടിക്കുന്നത്. വീഡിയോ കുറച്ച് ലെങ്ത് ആയിരിക്കും, എന്നാലും നിങ്ങൾ വീഡിയോ ഇരുന്ന് കാണുക. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുക. സംഭവം സിമ്പിളാണ്. നമ്മൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഓക്കെ ലൈവായിട്ട് കയറിയിട്ടുണ്ട്. 12 രൂപ ക്യാഷ് ബാക്ക് ഇൻ യുവർ paytm വാലറ്റ്. 353 രൂപ. നിങ്ങൾ കണ്ടോ എത്ര പെട്ടെന്നാണ് നമുക്ക് paytm വാലറ്റിൽ ഈ ക്യാഷ് കയറിയത്. ഇനിയും ഉണ്ട് 20 രൂപ വിഡ്രോ ചെയ്യാം, പക്ഷേ അത് ഞാൻ കുറച്ച് ടാസ്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് വിഡ്രോ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് പാൻ കാർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് 100 രൂപ മിനിമം എന്തായാലും ഉണ്ടാക്കാൻ പറ്റും. അതായത് 2 ആപ്ലിക്കേഷൻ വെച്ചിട്ട്. ക്യാഷ്ബാഡിൻ്റെ അകത്ത് നമുക്ക് ഒരു KYC ചെയ്യാനുള്ള ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, അതായത് ഗ്രോ, പിന്നെ നിയോക്സ്, പിന്നെ ഒരു ജുപ്പിറ്റർ എന്ന് പറയുന്ന ഒരു ആപ്പും ഉണ്ട്. ജുപ്പിറ്ററിന് 48 മണിക്കൂർ കഴിയും ക്യാഷ് വാലറ്റിൽ എത്താനായിട്ട്. അപ്പോൾ ബാക്കി രണ്ടും നമുക്ക് എന്താവും KYC വെരിഫൈ ചെയ്ത്, അതായത് പാൻ കാർഡ് നമ്പറും എൻ്റർ ചെയ്യുക, ആധാർ കാർഡ് നമ്പറും എൻ്റർ ചെയ്യുക, ജസ്റ്റ് ഒരു OTP വരും. ആ OTP എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് 50 രൂപ ക്യാഷ് ബാക്ക് ആയിട്ട് ലഭിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുക. ഇതിൻ്റെ പ്രൂഫ് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. ഗ്രോയിൻ്റെതും ഈ നിയോക്സിൻ്റെതും, അതായത് ഈ ഒരു നിയോക്സിൻ്റെയും പ്രൂഫ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. വാലറ്റ് പോയി കഴിഞ്ഞാൽ കണ്ടോ, ഇവിടെ കണ്ടാൽ അറിയാം നമുക്ക് 50 രൂപ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. 2021 12/12 ഞാൻ വിഡ്രോ ചെയ്തത്. അല്ല സോറി, എനിക്ക് എമൗണ്ട് കയറിയത് 12/11 പിന്നെ നിയോക്സിൻ്റെ എമൗണ്ടും കയറിയത്. ആ സ്പോട്ടിൽ തന്നെ കയറിയിട്ടുണ്ട്. കയറി കഴിഞ്ഞാൽ അന്നേരം തന്നെ നിങ്ങൾക്ക് അൺഇൻസ്റ്റാളും ചെയ്യാം, വേറെ സീനൊന്നുമില്ല. ഞാൻ ഇതിൽ സെൽഫായിട്ട് ഏൺ ചെയ്തിട്ടാണ് 209 രൂപ ഇതിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെക്കൊണ്ട് എന്തായാലും ഇതിന് പറ്റും. വേറെ മറ്റുള്ള ആപ്ലിക്കേഷനൊക്കെ ഉണ്ട്, ഈ മറ്റേ പോക്കറ്റ് മണി, പിന്നെ വേറെ പല ആപ്ലിക്കേഷനും ഉണ്ട്. അതിൻ്റെ അകത്ത് ആപ്പ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാലും ക്യാഷ് വാലറ്റിലേക്ക് കയറുന്നില്ല, ആ ഒരു പ്രശ്നമുണ്ട്. ഈ ഒരു വാലറ്റിലേക്ക് ക്യാഷ് കയറാത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനത് ഒഴിവാക്കി, അതുകൊണ്ട് വീഡിയോ ചെയ്തില്ല. പക്ഷേ ഇത് കറക്റ്റായിട്ട് നമുക്ക് ക്യാഷും കാര്യങ്ങളൊക്കെ കയറുന്നുണ്ട്. പക്ക പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ്. നിങ്ങളെന്തായാലും ട്രൈ ചെയ്യുക. നിങ്ങൾ ഈ ഒരു ഓഫർ നിങ്ങൾ ഒഴിവാക്കരുത്. ഇതിൽ നിങ്ങളിപ്പോൾ കയറാൻ വൈകിക്കഴിഞ്ഞാലുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ്റെ എണ്ണം കുറയും. ഈ കാണുന്ന ആപ്ലിക്കേഷൻസിൻ്റെ ഒക്കെ ചില ആപ്ലിക്കേഷനൊക്കെ ടാസ്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ കുറയും. അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻ, അതായത് ഇപ്പോൾ 5 രൂപയുടെ അല്ലെങ്കിൽ 10 രൂപേൻ്റെ ഒക്കെ ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ ആ ആപ്ലിക്കേഷൻ പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ടാസ്ക് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നിങ്ങൾ എന്തായാലും സംഭവം ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ നേരത്തെ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ആയാലും പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് വേറൊരു നമ്പറോ അല്ലെങ്കിൽ ഇമെയിൽ ID യോ കൊടുത്താൽ മതി. ഇമെയിൽ ID നമുക്ക് ഇഷ്ടം പോലെ ക്രിയേറ്റ് ചെയ്യാമല്ലോ, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ വേറൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ഒരു പ്രാവശ്യം ഇൻസ്റ്റാൾ ചെയ്താലും പ്രശ്നമൊന്നുമില്ല. നമുക്ക് ആ ഒരു ട്രിക്ക് യൂസ് ചെയ്തിട്ട്, അതായത് ഐലൻഡ് ആപ്പ് യൂസ് ചെയ്ത് കയറിയിട്ട് ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിലും അതിൻ്റെ അകത്ത് വേറൊരു ഡിവൈസായിട്ടാണ് വർക്കാവുന്നത്. ഓക്കെ, ഐലാൻഡ് വേറൊരു ഫോൺ പോലെ തന്നെയാണ് വർക്കാവുന്നത്. അപ്പോൾ ക്ലോണായിട്ടല്ല വർക്കാവുക. ഇവിടെ കാണുന്ന കഥാബുക്ക്, സിപ്ലി, പിന്നെ ലോക്കോ, അങ്ങനെയുള്ള ആപ്ലിക്കേഷൻ, ജോഷ്, ഇതൊക്കെ ആദ്യമേ ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് എമൗണ്ട് ക്രെഡിറ്റ് ആക്കിയതാണ് വേറൊരു ആപ്ലിക്കേഷനിൽ. അപ്പോൾ ഇതിന് ആ ഒരു പ്രശ്നം വരുന്നില്ല, എമൗണ്ട് സാധാരണ പോലെ തന്നെ ആഡ് ആവുന്നുണ്ട്. ഐലാൻഡ് ആപ്പ് യൂസ് ചെയ്യാൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക, നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യാം വേണമെങ്കിൽ. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് ചോദിക്കുക. പേടിഎമ്മിന് KYC വേണ്ട ആവശ്യമില്ല കേട്ടോ. പേടിഎം വാലറ്റിൽ വിഡ്രോ ചെയ്യാനായിട്ട് KYCൻ്റെ ആവശ്യമില്ല, ജസ്റ്റ് ഒരു വാലറ്റ് മതി. ഞാൻ നേരത്തെ വിഡ്രോ ചെയ്തതിൻ്റെ ബാലൻസ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ സമയം 3:15, എനിക്ക് തോന്നുന്നു 3:10 ഞാൻ വിഡ്രോ ചെയ്തത്.
ഇപ്പോൾ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ് ഇവിടെ ബാലൻസ് ലോഡായി വന്നിട്ടുണ്ട്. 383 രൂപയാണ് ബാലൻസ് ഉള്ളത്. ഞാനിപ്പോൾ വിഡ്രോ ചെയ്ത കണ്ടോ ഡേറ്റ് ടുഡേ 3/10, ടുഡേ 3/12 രണ്ടാമത്തെ അക്കൗണ്ട്. അതും സെയിം ഫോണ്, നിങ്ങൾ കണ്ടതാണല്ലോ, സെയിം ഫോൺ തന്നെയാണ്, സെയിം പേടിഎം വാലറ്റിലേക്കാണ് വിഡ്രോ ചെയ്തത്. ഇതേപോലെ എനിക്ക് തോന്നുന്നു ഞാൻ കുറേ ഫോണിൽ നിന്ന് ഞാൻ ഈ ഒരു സംഭവം യൂസ് ചെയ്തിട്ട് വിഡ്രോ ചെയ്തിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടോ 49 ഞാൻ വേറെ ഫോണിൽ നിന്ന് വിഡ്രോ ചെയ്തതാണ്. പിന്നെ ഒക്കെ ക്യാഷ് അലി എന്ന് പറഞ്ഞ ഒരു കമ്പനിയാണ് നമുക്ക് പേയ്മെൻറ്റ് തരുന്നത്. ഇത് ഞാൻ വേറൊരു ഫോണിൽ നിന്ന് വിഡ്രോ ചെയ്തതാണ്. ഫുൾ എമൗണ്ട് ക്യാഷ് എല്ലാം അതിൽ നിന്ന് തന്നെയാണ് എനിക്ക് കിട്ടുന്നത്. കണ്ടോ അടുപ്പിച്ച് തന്നെയാണ് ഞാൻ കുറേ വിഡ്രോ ചെയ്തിട്ടുണ്ട്. ഇതൊന്നും ഞാൻ റെഫർ ചെയ്തിട്ടല്ല വിഡ്രോ ചെയ്തത്, സെൽഫായിട്ട് ഇതേപോലെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് തന്നെയാണ് വിഡ്രോ ചെയ്തത്. അപ്പോൾ ഇവിടെ 50ഉം 12ഉം സ്പോട്ടിൽ തന്നെ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ മസ്റ്റായിട്ട് യൂസ് ചെയ്തിട്ട് എന്തായാലും അഭിപ്രായം പറയുക. ഓക്കെ, ഇതിൽ എല്ലാവർക്കും തന്നെ എമൗണ്ട് കിട്ടും, ഉറപ്പാണ്. വേറെ ഒരു ഉടായ്പോ പരിപാടിയോ കാര്യങ്ങളോ ഒന്നുമില്ല. റെഫർ ചെയ്യണമെന്ന് ഒരു നിർബന്ധവുമില്ല. റെഫർ ചെയ്താൽ നിങ്ങൾക്ക് 3 രൂപ കിട്ടും. അത് റെഫറൽ വാലറ്റിലേക്കാണ് കേട്ടോ പോകുന്നത്. റെഫറൽ വാലറ്റ് ജസ്റ്റ് കാണിച്ചു തരാം. അതായത് റെഫർ ആൻഡ് ഏൺ എന്നുള്ള ഓപ്ഷനിൽ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു റെഫർ ആൻഡ് ഏൺ എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ കാണാം നമുക്ക് എമൗണ്ട് ക്രെഡിറ്റ് ആഡ് ആവും. ഓക്കെ, ഇവിടെ ആഡ് ആവും. ഇവിടെ എനിക്ക് തോന്നുന്നു 1 ഡേ എടുക്കും എമൗണ്ട് വാലറ്റിലെത്താൻ, സ്പോട്ടല്ല, 1 ഡേ എടുക്കും. എന്തായാലും എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെന്തായാലും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാണ്. ഞാൻ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നുണ്ട്. ഓക്കെ ഗൈസ്, ബൈ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.